ശ്രീനാരായണ ഗുരു ഒരു ദിവസം സായാഹ്നത്തിൽ 5 തെങ്ങിലുള്ള കളരിയിലെ അധ്യാപനവും കഴിഞ്ഞ് നാണുവാശാൻ വഴിയരികിലൂടെ നടക്കുകയായിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അന്നാട്ടിലെ ഒരു നിർധന കുടുംബം വഴിയിൽ നിന്നും ഓടി മാറി മറഞ്ഞു നിൽക്കുന്നത് നാണുവാശാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. "എന്തിനാണ് നിങ്ങൾ നമ്മെ കണ്ട് ഓടി മാറി മറഞ്ഞു നിൽക്കുന്നത്?" അവർ മറുപടിയൊന്നും പറഞ്ഞില്ല. "നിങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നില്ലെങ്കിൽ നാം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്." അത് കേട്ട് വ്യസനത്തോടെയും പരിഭ്രമത്തോടെയും കൂടി അവർ വഴിയിലേക്ക് കയറി വന്നു. "അടിയങ്ങൾ അയിത്തക്കാരാണേ തമ്പ്ര," അവരിൽ കുടുംബനാഥനായ ആൾ വായുപൊത്തി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഗുരുദേവൻ പറഞ്ഞു, "അയിത്തവും തീണ്ടലും ഒന്നും നമുക്കില്ലല്ലോ. ഇനി നമ്മെ കണ്ടാൽ ഓടി മറയുകയോ മറഞ്ഞു നിൽക്കുകയോ അരുത് കേട്ടോ. നമ്മളെല്ലാവരും മനുഷ്യരാണ്. എവിടെയാണ് നിങ്ങളുടെ വീട്?" നാണുവാശാൻ ചോദിച്ചു. "വീടായിട്ടൊന്നുമില്ല തമ്പ്ര. അക്കാണുന്ന പാടവരമ്പിനപ്പുറം ഓല കൊണ്ടൊരു കുടിലുണ്ട്." "ഈ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ?" "കുടിപ്പള്ളിക്കൂടത്തിൽ തീണ്ടൽ ജാതിയിൽപ്പെട്ട കുഞ്ഞുങ്ങളെ കയറ്റില്ല തമ്പ്രാനെ. പിന്നെങ്ങനെ പഠിപ്പിക്കും?" "കുട്ടികളെ പഠിപ്പിക്കണം." നാണുവാശാൻ നടന്നു മറയുന്നതുവരെ ആ കുടുംബം കണ്ണുനീർ വാർത്തുകൊണ്ട് നാണുവാശാനെ നോക്കി നിന്നു. അടുത്ത ദിവസം നാണുവാശാൻ യാതൊരു മുന്നറിയിപ്പും കൂടാതെ അവരുടെ ഓലക്കുടിയിലെത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന അവരോട് നാണുവാശാൻ പറഞ്ഞു, "നാം ഇവിടേക്ക് ഇപ്പോൾ കയറിയത് കളരിയിൽ പോകാൻ നിവൃത്തിയില്ലാത്ത നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യ അഭ്യസിപ്പിക്കാനാണ്." അന്നത്തെ അധ്യാപനം കഴിഞ്ഞിറങ്ങുമ്പോൾ നാണുവാശാൻ ഒന്നുകൂടി പറഞ്ഞു, "നിങ്ങളുടെ ഇടയിൽപ്പെട്ട മറ്റു കുട്ടികളെ കൂടി നാളെ കൂട്ടിക്കൊള്ളൂ. ജാതിയും പണവും നോക്കിയല്ല നാം വിദ്യ അഭ്യസിപ്പിക്കുന്നത്. മനുഷ്യരെല്ലാവരും ഒന്നാണ്."